ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബ് മോണിറ്റൈസേഷൻ ആഡ്സെൻസിൽ ഒരു പുതിയ നല്ല അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഒരുപാട് പേർ ആഗ്രഹിച്ച ഒരു അപ്ഡേറ്റ് ആണിത്. അപ്പോൾ നമുക്ക് ഇതെന്താണ് എന്ന് നോക്കാം. നേരത്തെ യൂട്യൂബ് ആഡ്സെൻസിൽ നിന്നും ഒഴിവാക്കിയ ഒരു കാര്യം ഇപ്പോൾ യൂട്യൂബ് തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. ID വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് നേരത്തെ ID വെരിഫിക്കേഷന് വേണ്ടി നൽകാൻ സാധിച്ചിരുന്നത് ആധാർ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, വോട്ടേഴ്സ് ID, അതുപോലെ പാൻ കാർഡ്, ഈ ഡോക്യുമെന്റ്സ് എല്ലാം നൽകി നമുക്ക് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നു. എന്നാൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ആധാർ കാർഡ്, പാൻ കാർഡ് എല്ലാം ഇതിൽ നിന്നും റിമൂവ് ചെയ്തു. അതിനാൽ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, വോട്ടേഴ്സ് ID ഇവയിൽ ഏതെങ്കിലും ഡോക്യുമെന്റ് എല്ലാം ഉള്ളവർക്ക് മാത്രമായിരുന്നു ID വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നത്. എന്നാൽ ഇത്തരത്തിൽ പാൻ കാർഡ് അതുപോലെ ആധാർ കാർഡ് എല്ലാം റിമൂവ് ചെയ്തപ്പോൾ ഒരുപാട് ക്രിയേറ്റേഴ്സ് അവർ യൂട്യൂബിന് ഒരുപാട് ഫീഡ്ബാക്സ് എല്ലാം നൽകിയിരുന്നു. കാരണം ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന പല ക്രിയേറ്റേഴ്സിന്റെ കയ്യിലും ഈ 3 ഡോക്യുമെന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ അവർ ഇത് ഫീഡ്ബാക്ക് ആയി യൂട്യൂബിനെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഈ ഫീഡ്ബാക്ക് എല്ലാം യൂട്യൂബ് ചെക്ക് ചെയ്യുകയും അതിനുശേഷം ഇപ്പോൾ പാൻ കാർഡ് തിരിച്ചു കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ 3 ഡോക്യുമെന്റ് എല്ലാം ഇല്ലാത്തവർക്ക് അവർക്ക് പാൻ കാർഡ് എല്ലാം നൽകി അവരുടെ ID വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ഒരുപാട് പുതിയ ക്രിയേറ്റേഴ്സിന് വളരെയധികം സന്തോഷം തരുന്ന ഒരു അപ്ഡേറ്റ് ആണിത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്